നമസ്കാരം. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം ഇപ്പോൾ വളരെ വൈറലാകുകയാണ്. മുമ്പെങ്ങാണ്ട ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് ആ വാക്കുകൾ. പക്ഷേ ഈ പ്രസ്താവന അന്ന് തന്നെ പാകിസ്ഥാൻ്റെ നെഞ്ചെടുപ്പ് ഒന്ന് കൂട്ടിയതാണ്. ആ നെഞ്ചെടുപ്പ് പാകിസ്ഥാൻ ഇതുവരെ ഇറക്കി വയ്ക്കാൻ പറ്റിയിട്ടുമില്ല. ഇതാണ് പ്രസ്താവന. That we have is to prevent a militant Islamic regime from meeting up with nuclear weapons or from nuclear weapons meeting up with a militant Islamic regime. The first is called Iran, the second is called Pakistan. Because if these radical regimes have nuclear weapons, they will not obey the rules that have been obeyed in the last almost 7 decades. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അത് തന്നെയാണ് വസ്തുത. തങ്ങൾ ആദ്യം തടയുക ഇറാനെ, അതിനുശേഷം ഇസ്രയേൽ ഒരു രാഷ്ട്രത്തിനെതിരെ ആയുധമെടുത്തിറങ്ങിയാൽ അത് പാകിസ്ഥാനെതിരെ ആയിരിക്കും. എന്താണ് കാരണം? ആണവായുധമെടുത്ത് തലയ്ക്ക് വെളിവില്ലാതെ പ്രയോഗിക്കാൻ അപകട സാധ്യത ഏറെ കൂടുതലാണ് ഇറാനും പാകിസ്ഥാനും എന്നത് തന്നെ കാരണം അവരുടെ ഭരണകൂടങ്ങൾ മിലിറ്റൻറ്റ് ഇസ്ലാമിക് ഭരണകൂടങ്ങളാണ്. വേറെയുമുണ്ടല്ലോ ഗൾഫ് റീജിയനിൽ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. പക്ഷേ നെതന്യാഹു എടുത്തു പറഞ്ഞത് ഇറാനെയും പാകിസ്ഥാനെയും മാത്രം. കാരണം മിലിറ്റൻറ്റ് ഇസ്ലാമിക് കൺട്രീസ്, അതായത് തീവ്രവാദ സ്വഭാവമുള്ള, തീവ്രവാദം ചെയ്തു കാട്ടുന്ന, രാജ്യത്തെ ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന 2 രാജ്യങ്ങൾ, തീവ്രവാദികൾക്ക് സ്വാധീനമുള്ള ഇറാനും പാകിസ്ഥാനും. അതിൽ ഇസ്രായേലിൻ്റെ കണ്ണിൽ ഇറാനും പെടും. അതിന് പിന്നിലെ നറുക്ക് വീണിരിക്കുന്നത് പാകിസ്ഥാനാണ്. ഇസ്രായേൽ ഇങ്ങനെ പ്രയോഗിക്കാൻ കാരണം മറ്റൊന്നാണ്. പാകിസ്ഥാൻ്റെ കയ്യിൽ അണവായുധം കിട്ടിയാൽ അവരത് ഒരു വെളിപാടുമില്ലാതെ എടുത്ത് പ്രയോഗിച്ചാൽ എന്താകും അവസ്ഥയെന്നാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇറാൻ്റെ കയ്യിൽ അവർ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരതെടുത്ത് ആദ്യം പ്രയോഗിക്കുക അമേരിക്കയിലേക്കായിരിക്കില്ല, ഇസ്രായേലിൻ്റെ മണ്ടയ്ക്കായിരിക്കും. കാരണം അത്രയ്ക്ക് വിരോധമുണ്ട് ഇറാന് ഇസ്രായേലിനോട്. കാരണം പാകിസ്ഥാനേക്കാൾ ആണവ ഭീഷണി മുഴക്കുന്നത് ഇറാനാണ്. അമേരിക്കയ്ക്ക് ഇറാൻ ആണവായുധം ഉണ്ടാക്കുമോ, അതെടുത്ത് എവിടെയെങ്കിലും പ്രയോഗിക്കുമോ, തങ്ങളുടെ രാജ്യത്തേക്ക് പ്രയോഗിക്കുമോ, അതിനൊക്കെ അമേരിക്കയ്ക്കും ഒരു വിഷയമാണ്. പക്ഷേ ആണവായുധ നിരായുധീകരണം എന്ന് ഇറാനെ കൊണ്ട് അത് നടപ്പാക്കിയെടുക്കാൻ അമേരിക്ക കിടന്ന് പെടാപ്പാട് പെടുന്നത് തങ്ങളുടെ രാജ്യത്തേക്ക്, തങ്ങളുടെ പൗരന്മാരുടെ നേർക്ക് ഇറാൻ്റെ ആണവായുധം ഇസ്രായേലിൽ ചെന്ന് വീണാലും അമേരിക്കയിലേക്ക് വരരുത്, പ്രയോഗിക്കപ്പെടരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഡൊണാൾഡ് ട്രംപിനുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള US ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ട്രംപ് പറയുന്നത് US-ന് തൊട്ട് കളിക്കരുത്, ഇറാൻ US-ന് തൊട്ട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അത് പിന്നെ ഇറാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള തിരിച്ചടിയായിരിക്കുമെന്ന്. ഈ ആണവ ഭീഷണി തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഇപ്പോൾ ഇത് പറയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ആണവ ഭീഷണി മുഴക്കുന്ന മിലിറ്റന്റ് രാഷ്ട്രമായ പാകിസ്ഥാനെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തോളിൽ കൈയിട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണ്? പാകിസ്ഥാനും ആണവ ഭീഷണി മുഴക്കുന്നു. അവരെ കൊണ്ട് ആണവായുധ നിരായുധീകരണ കരാറിൽ ഒപ്പിടിപ്പിക്കണം. അങ്ങനെ ആണവായുധമില്ലാത്തൊരു ജനാധിപത്യ രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അമേരിക്കയ്ക്ക് വിളിച്ചു പറയണം. എന്നാൽ മാത്രമേ അമേരിക്കക്കാർക്ക് മനസ്സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റുകയുള്ളൂ. കാരണം ആണവശക്തിയുള്ള രാജ്യമെന്നും ആണവശക്തിയുള്ള രാജ്യം തന്നെയാണ്. അത് എല്ലാ കാലത്തും അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമൊക്കെ ഒരു ഭീഷണി തന്നെയാണ്. അടുത്തത് ഇസ്രായേലിൻ്റെ കാര്യം ഇതുമല്ല. ഇസ്രായേലിൻ്റെ ഭീതിയുണ്ട്. ഇറാൻ അവിടെ ആണവായുധം അവർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതെടുത്ത് ഇസ്രായേലിൻ്റെ നെഞ്ചത്തേക്ക് എടുത്ത് പ്രയോഗിക്കുമോ എന്ന്. കാരണം ആയുധശക്തിയിൽ ഇറാനും ഇസ്രായേലുമൊക്കെ ഏതാണ്ട് തുല്യരാണ്. പക്ഷേ രാജ്യത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും ഇറാനാണ് ഇസ്രായേലിനെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൻ്റെ തീരെ ചെറിയൊരു രാഷ്ട്രമായ ഇസ്രായേലിന് ജനസംഖ്യയും വളരെ കുറവാണ്. അപ്പോൾ തങ്ങളുടെ ഉറ്റശത്രുവായ ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കിയാൽ അത് ഇസ്രായേൽ പ്രയോഗിച്ചാൽ ഇസ്രായേൽ എന്ന രാജ്യം തന്നെ ലോക ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടും. ഏഷ്യയുടെ പടിഞ്ഞാറായി നിലകൊള്ളുന്ന ഒരു ജൂത രാഷ്ട്രമാണ് ഇസ്രായേൽ. 1 കോടിയിൽ താഴെ മാത്രമാണ് അവിടുത്തെ ജനസംഖ്യ. ഇപ്പോൾ 2023 കണക്ക് പ്രകാരം 97.4 ലക്ഷം മാത്രമാണ് ഇസ്രായേലിലെ ജനങ്ങളുടെ എണ്ണം. ലോകത്തെ തന്നെ ജൂതന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് തങ്ങളുടെ ജനങ്ങളുടെയും ജനസംഖ്യയും വളരെ വിലപ്പെട്ടതാണ്, വലുതാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ഇതുവരെ ഈ സംഘർഷം തുടങ്ങി 3 ദിവസമായപ്പോഴേക്കും 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ
ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു എന്നാണ് കണക്ക്. പക്ഷേ ഈ വിക്ഷേപിച്ചതെല്ലാം ഇസ്രായേലിൻ്റെ അയൺ ഡോമുകൾ തകർത്തെറിഞ്ഞെന്ന് അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അയൺ ഡോമുകൾക്ക് പോലും ചെന്ന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ജെറുസലേമിലും ടെലവീവിലുമൊക്കെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ ഇനിയും ഒന്ന് കടുപ്പിച്ചാൽ ചിലപ്പോൾ ഈ ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രം തന്നെ ഇല്ലാതാകാം. ആ ഭീതിയും ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരുപടി മുന്നിൽ കടന്ന് ഇറാനെ കയറി അങ്ങ് അടിച്ചത്. അടുത്തത്, ഇറാൻ്റെ വിഷയം കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ അടുത്ത നോട്ടം സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ നേർക്ക് തന്നെയാണ്. പാകിസ്ഥാന് ഇസ്രായേലിൻ്റെ ഒരു അടി ഏത് നിമിഷവും കിട്ടും. അതാണ് പാകിസ്ഥാൻ്റെ ആശങ്ക ഇപ്പോഴും കുറയാതെ കൊണ്ടുപോകുന്നത്. ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാനെ കൊണ്ട് ആണവായുധ നിരായുധ രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. പാകിസ്ഥാൻ വേണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ചോട്ടെ, പക്ഷേ തങ്ങളുടെ നേർക്ക് പാകിസ്ഥാൻ പോലും തിരിയരുത്. കാരണം പാകിസ്ഥാൻ US സൗഹൃദ രാജ്യമാണെങ്കിലും ആണവായുധം കയ്യിലുണ്ടെങ്കിൽ ഏത് ശത്രുവും മിത്രമാകാം, ഏത് മിത്രവും ഏത് നിമിഷവും ശത്രുവാകാമെന്ന് പാകിസ്ഥാനും അറിയാം. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഇറങ്ങി തിരിച്ചപ്പോൾ, ഇറാനെ ഇസ്രായേൽ ആദ്യമേ ആക്രമിച്ചപ്പോൾ ഓർക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് പാക് പാർലമെൻറ്റിൽ പാകിസ്ഥാൻ MPമാർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ഇറാൻ്റെ ഒപ്പം നിൽക്കണമെന്ന്. കാരണം ഇറാൻ ഒരു ഇസ്ലാമിസ്റ്റ് രാജ്യമാണ്, ആണവായുധം കയ്യിലുണ്ട്. പാകിസ്ഥാനും ആണവായുധം കയ്യിലുണ്ട്. അപ്പോൾ ആണവശക്തിയായ രണ്ട് രാജ്യങ്ങൾ ഇറാനും പാകിസ്ഥാനും ഒരുമിച്ച് നിൽക്കണം. ഇസ്രായേലിനെതിരെ എന്ത് വില കൊടുത്തും ഇസ്രായേലിനെതിരെ ചെറുത്ത് നിൽക്കണമെന്നാണ് പാകിസ്ഥാനിലെ MPമാർ അന്ന് ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ ഇസ്രായേൽ കുറിച്ചിട്ട് കഴിഞ്ഞു, അടുത്ത അടി കൊടുക്കേണ്ടത് പാകിസ്ഥാനിട്ട് തന്നെയെന്ന്. ഈ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയും ഒരു ആണവശക്തിയാണ്. പക്ഷേ ഇന്ത്യ തങ്ങളുടെ ആണവശക്തി ഉപയോഗിക്കുന്നത് സമാധാനത്തിനും രാജ്യത്തിൻ്റെ പുനർനിർമ്മാണത്തിനും സുസ്ഥിരതയ്ക്കും വികസനത്തിനുമൊക്കെയാണ്. ചൈനയ്ക്കും ആണവായുധമുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഇന്ത്യക്ക് ഒരിക്കലും ഒരു വലിയ ഭീഷണിയല്ല. കാരണം അവർ മർക്കട മുഷ്ടിക്കാരാണെങ്കിലും നേരും നെറിയുമുണ്ട്. അങ്ങനെയല്ല പക്ഷേ പാകിസ്ഥാൻ. അവർ ആണവായുധം കൈക്കിട്ടിയാൽ എന്തും ചെയ്യും. അതോടെ പാകിസ്ഥാൻ രാഷ്ട്രം ലോക ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നത് മറ്റൊരു വസ്തുത. കാരണം ഇന്ത്യയേക്കാൾ ഏറെ ചെറുതാണ് ഈ പാകിസ്ഥാൻ. ഇന്ത്യ തിരിച്ചൊന്ന് പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. കാരണം ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആണവ പോർമുന വരെ വഹിക്കാവുന്ന മിസൈലുകളാണ് പാകിസ്ഥാനെ നീളത്തിലും വീതിയിലുമൊക്കെ പ്രയോഗിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ തെളിയിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ. അതിൻ്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ നോക്കിക്കണ്ടത്. അപ്പോൾ ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം ആണവ ഭീഷണി ഇപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ തന്നെയാണ്. അതിനുള്ള മുഹൂർത്തം ഇനി എന്ന് കുറിക്കുമെന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇസ്രായേൽ റെഡിയാണ്, പക്ഷേ ഇറാൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അതുണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കൻ റെഡിയാക്കും. പാകിസ്ഥാനുള്ള ഈ ചങ്ങാത്തമൊക്കെ അമേരിക്ക മതിയാക്കും. പിന്നെ നടക്കാൻ പോകുന്നത് പാകിസ്ഥാൻ്റെ നേർക്കുള്ള ഒരു ഇസ്ലാമിക് മിലിറ്റന്റ് രാഷ്ട്രമായ പാകിസ്ഥാനെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശ്രമങ്ങളാകും.